ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 16ാമത്തെ പാഠമായിട്ടുള്ള അത്ഭുത പൂത്തിരി എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ലാസ്റ്റ് 2 ചാപ്റ്ററിലെ അത്ഭുത പൂത്തിരി എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കുന്നത്. ബലൂണുകളുടെ ഉത്സവം എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും, മലയാളത്തിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. മലയാളത്തിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ 15ാമത്തെ പാഠം അല്ലേ, അത്ഭുത പൂത്തിരി എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. എന്താ നിങ്ങൾ ചിത്രത്തിൽ എന്താ കാണുന്നത്? കടലാണ് കേട്ടോ. ഇത് കടലിന്റെ ഉള്ളിലാണ് ഉള്ള കാഴ്ചയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് കടലിലുള്ളത്? പലതരത്തിലുള്ള മീനുകളുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് ആരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ഈ ജീവിയുടെ പേര്? കടൽ കുതിര കേട്ടോ, കടൽ കുതിര. പിന്നെയോ ഇവിടെ കുറെ ജീവികളുണ്ട് അല്ലേ. ഇതുണ്ടോ, ഇതാരാ? നീരാളി, ഞണ്ട്, കണ്ടോ? അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അല്ലേ ഇവിടെ. അപ്പൊ ഇവരൊക്കെ എവിടെയാണ് ഇവരുടെയൊക്കെ താമസം? കടലിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം. അപ്പൊ ഈ പാഠത്തിലെ പ്രധാനമായ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഔമിയാണ് കേട്ടോ. എങ്ങനെയാണ്? ഔമി എന്നാണ് വായിക്കുക. ഫസ്റ്റ് കാണി വാക്ക് കണ്ടോ, അതാണ് ഔമി. അപ്പോ ആദ്യം തന്നെ ഔമി പാടുന്ന ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. അപ്പൊ ഔമി എന്ന് പറയുന്നത് ആരാണ്? ഒരു തിമിംഗല കുട്ടിയാണ്. മനസ്സിലായോ? തിമിംഗല കുട്ടിയുടെ പേരാണ് ഔമി. അപ്പൊ നമുക്ക് ഈ പാഠം വായിക്കാം. അത്ഭുത പൂത്തിരി. ഔമി മധുരമായി പാടി. തിരകളിലൂന്നി കുതിച്ചു ചാടി. തിരകളെ നോക്കാറുണ്ടോ? നീലവാനം, നിറമേഘങ്ങൾ, വെയിലൊളി കണ്ടിട്ടുണ്ടോ? കടലലമേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ? പാട്ട് കേട്ട് 4 പാടു നിന്നും ഒത്തിരി കുഞ്ഞു മത്സ്യങ്ങൾ നീന്തിയെടുത്തു. അവ ഔമിക്ക് ചുറ്റും കൂടി. പാട്ടു തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു. ഔമി, പുന്നാര തിമിംഗലക്കുട്ടി, ഞങ്ങൾക്കൊരാശ. എന്താ നിങ്ങളുടെ ആശ? പറയട്ടെ. അതായത് ഇപ്പൊ നമ്മുടെ ഔമി പാട്ടുപാടിയില് നല്ല നല്ല കടലിലെ തിരകളെ കുറിച്ചും അതുപോലെ തന്നെ കരയിലെ കാഴ്ചകളെ കുറിച്ചൊക്കെ ഉൾപ്പെടുന്ന ഒരു പാട്ടാണ് നമ്മുടെ ഔമി പാടിയത്. അപ്പൊ ഈ പാട്ട് കേട്ട് 4 പാടിൽ നിന്നും ഒരുപാട് കുഞ്ഞു മത്സ്യങ്ങൾ നമ്മുടെ ഔമിയുടെ അടുത്തോട്ട് വന്നു. ഔമിയുടെ പാട്ട് കേട്ടിട്ട് ആ കുഞ്ഞു മത്സ്യങ്ങൾ എന്താണ് പറയുന്നത്? എങ്ങനെയാ പറയുന്നത്? കൊഞ്ചി പറയണല്ലേ. എന്താ ചോദിക്കുന്നത്? ഔമി, പുന്നാര തിമിംഗലക്കുട്ടി, ഞങ്ങൾക്ക് ഒരു ആശയുണ്ട്. എന്താ ആശ വെച്ചാ? അതെ, നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ ആശ എന്ന് പറഞ്ഞ ആരെങ്കിലും? അതൊരു പേര് കൂടിയാണ് അല്ലേ. നമ്മൾ ആശക്കുട്ടി എന്നൊക്കെ പറയില്ല, ആശ എന്നൊക്കെ പറഞ്ഞ പേരാണ്. ഇവിടെ ആശ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം എന്ന് പറയാണ് ആ കുഞ്ഞു മത്സ്യങ്ങള്. അപ്പൊ നമ്മുടെ ഔമി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആശ, എന്താ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയട്ടെ ചോദിച്ചപ്പോ ശരി പറയല്ലേ. പറയാൻ പറയണേ. അപ്പൊ എന്താണ് ആ കുഞ്ഞു മത്സ്യക്കുട്ടികളുടെ ആഗ്രഹം നമുക്ക് നോക്കാം. പക്ഷികളെ കണ്ടിട്ടില്ലേ? ഉണ്ട്, പക്ഷികൾ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണണം. ഔമിക്ക് ചിരി വന്നു. നീ വിചാരിച്ചാൽ നടക്കും, പ്ലീസ്. ഔമി ആലോചിച്ചു. ഇത് ഔമിന്റെ ചിത്രമാണ് കേട്ടോ. ഔമിയുണ്ട്, ചുറ്റും കുഞ്ഞു മത്സ്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഈ കുഞ്ഞു മത്സ്യങ്ങളുടെ ആഗ്രഹം? എന്താ? അവർക്ക് പക്ഷികളെ പോലെ എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്നും കാഴ്ചകൾ കാണണം അല്ലെ. മീനുകൾക്ക് പറക്കാൻ സാധിക്കുവോ? ഇല്ല. അപ്പൊ പക്ഷെ എന്ത് ചെയ്യണം? അതുപോലെ ഉയർത്തുന്ന കാഴ്ചകൾ കാണണം. അപ്പൊ അത് നീ വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഔമിന്റെ അടുത്ത് വന്ന് പറയാണ് കേട്ടോ, സഹായം ചോദിക്കുകയാണ്. അപ്പൊ ഈ ഔമി എന്ത് ചെയ്തു? സഹായിച്ചോ? ആലോചിക്കുകയാണ് കേട്ടോ ഔമി. എന്ത് ചെയ്തു? എല്ലാവരും റെഡിയാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ആരാ പറയുന്നത് ഇവിടെ? ഔമി അല്ലേ. കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു. എന്നോടൊപ്പം മുകൾ പരപ്പിനടുത്തേക്ക് വരൂ. ഞാൻ വെള്ളത്തിൽ അല്പം താഴും. അപ്പോൾ നിങ്ങൾ എന്റെ മുതുകിൽ കയറണം. അവർ അങ്ങനെ ചെയ്തു. റെഡി, 1 2 3. അതാ ഔമി മുകളിലേക്ക് വെള്ളം ചീറ്റുന്നു. അപ്പൊ എന്താണ് ഐഡിയ പറഞ്ഞത്? സമ്മതിച്ചില്ലേ? നമ്മുടെ ഔമി സമ്മതിച്ചു. അങ്ങനെ എന്താ പറയണത്? നിങ്ങള് റെഡി ആണോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും സമ്മതിച്ചു, കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു. അപ്പൊ എന്താണ് ഐഡിയ? അതെ, നമ്മുടെ ഔമി വെള്ളത്തിന്റെ മുകൾ പരപ്പ്, അതായത് മേൽത്തട്ടിലോട്ട് പോകും.
നിങ്ങൾ എൻ്റെ കൂടെ വരിക, എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ അല്പം താഴും, അപ്പൊ നിങ്ങൾ എൻ്റെ മുതുകിൽ കയറണം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ അവർ എന്ത് ചെയ്തു, റെഡി 1 2 3 എന്നിട്ട് ഔമി എന്ത് ചെയ്തു, മുകളിലേക്ക് വെള്ളം ചീറ്റി. കണ്ടോ, വെള്ളം ചീറ്റുകയാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് വെള്ളം ചീറ്റി, വളരെ ശക്തമായി വെള്ളം ഉയർന്നു പൊങ്ങി. ഒപ്പം കുഞ്ഞു മത്സ്യങ്ങളും പൂത്തിരി കത്തി ചിതറുന്നത് പോലെ 4 ഭാഗത്തേക്കും കുഞ്ഞു തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും ചിതറി. അതിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, കണ്ടില്ലേ, ഇതുപോലെ സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നിത്തിളങ്ങി. വെള്ളപ്പൂത്തിരി, അത്ഭുത പൂത്തിരി, നീലവാനം നിറമേഘങ്ങൾ, വെയിലോടി കാണൂ വേഗം, കടലലമേലെ തുള്ളിച്ചാടി കരയെ കാണൂ വേഗം. അങ്ങനെ കുഞ്ഞു മത്സ്യങ്ങളുടെ ആഗ്രഹം ആര് സാധിച്ചു കൊടുത്തു, ഔമി സാധിച്ചു കൊടുത്തു അല്ലെ. കണ്ടോ, കുഞ്ഞു മത്സ്യങ്ങള് കാഴ്ചകൾ കാണുകയാണ്. കുഞ്ഞു മത്സ്യങ്ങൾ അത്ഭുത കാഴ്ചകൾ കണ്ടു. അതാ താഴെ വെയിലിൽ തിളങ്ങുന്ന തിരകൾ, നോക്കൂ കരയിൽ പട്ടം പറത്തുന്ന കുട്ടികൾ. അങ്ങനെ പിന്നെ എന്തൊക്കെ കാഴ്ചകളായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക, അതാണ് ഇവിടുത്തെ 2 വരിയിലായിട്ട് എഴുതേണ്ടത്. നമുക്ക് എന്തൊക്കെ എഴുതാം, മണൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ, ആകാശത്ത് പാറിപ്പറക്കുന്ന പക്ഷികൾ അല്ലെ. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം നമ്മുടെ കുഞ്ഞു മത്സ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ്, കടൽക്കരയിലെ കാഴ്ചകൾ. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടെ എഴുതി ആകാശത്തെ കുറിച്ചും കാറ്റിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ. ആകാശത്തെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്, പല നിറം ചാലിച്ചു ചേർത്ത വാനം, കടലിന്റെ ചിത്രം വരച്ചു വെച്ചു, കടൽ പിന്നെ അത് നോക്കി ഉള്ളിൽ ആകാശ ചിത്രം വരച്ചു വെച്ചു. കാറ്റാണെങ്കിലോ, കാട്ടുമരങ്ങൾ തൻ പൂത്ത കുമ്പിൽ ഊഞ്ഞാലിലാടിയ കാട്ടുകാറ്റ് തീരത്തു വന്നു കടൽ കാറ്റിനൊപ്പം പാറിപ്പറക്കുന്നു വാനിടത്തിൽ. തിരകളെപ്പോലെ ചിരിച്ചുതുള്ളി കുഞ്ഞുങ്ങളോടുന്നു കടലിലേക്ക്, കുഞ്ഞുങ്ങളെപ്പോൾ ചിരിച്ചുതുള്ളി തിര തുള്ളിയെത്തുന്നു കരയിലേക്ക്. ഇതേപോലെ നമ്മൾ കടൽ തീരത്തെ കുറിച്ച് കൂടി 2 വരി കൂടെ എഴുതണം. കടൽ തീരത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ, മാനത്തു പട്ടങ്ങൾ പല നിറത്തിൽ, വീർത്തു പോകും ബലൂൺ പല നിറത്തിൽ, ആകാശത്ത് വിരിയുന്ന മഴവില്ല് പല നിറത്തിൽ, കാറ്റത്ത് ആടുന്ന തോരണങ്ങൾ പല നിറത്തിൽ. അടുത്തത് വായിക്കൂ, ചിത്രം വരയ്ക്കൂ. ചിത്രം വരയ്ക്കാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചിത്രമാണ് താഴെ കാണുന്ന ബോക്സിനകത്ത് വരയ്ക്കേണ്ടത്. എന്താണ് എഴുതിയിരിക്കുന്നത്, കടലിരമ്പം. കടൽ തീരത്തിനടുത്ത് കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അമ്മയും കൂടി. ചിത്രം മായ്ക്കാൻ തിരമാല എത്തി. മായ്ക്കില്ലേ കുട്ടി പറഞ്ഞു. എന്റെ കൂടെ കളിക്കാൻ വന്നാൽ മായ്ക്കില്ല, തിരമാല പറഞ്ഞു. എന്നാൽ തൊട്ടോടൽ കളി കളിക്കാം. ഞാൻ കാലിൽ തൊടാൻ വരും, അപ്പോൾ നീ ഓടണം. കുട്ടി തിരമാലയുടെ കൂടെ കളിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട്, അമ്മയും കൂടി. കളിച്ചു തിരമാല കുട്ടിയെ കുളിപ്പിച്ചു. കുട്ടി തിരമാലയോട് പിണങ്ങി, മുഖം വീർപ്പിച്ചു. എന്താ പിണങ്ങിയേ, നീ എന്നെ ഉപ്പുവെള്ളത്തിൽ എന്തിനാ കുളിപ്പിച്ചത്? തിരമാല പൊട്ടിച്ചിരിച്ചു. കുട്ടിക്ക് തിരമാല ഒരു സമ്മാനം കൊടുത്തു, വലിയൊരു ശംഖ്. അമ്മ ആ ശംഖ് കുട്ടിയുടെ ചെവിയോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ കുട്ടി കടലിരമ്പം കേട്ടു. ഇതാണ് കഥ അല്ലെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ചിത്രം ഇവിടെ വരയ്ക്കുക. നെക്സ്റ്റ് കടങ്കഥ എഴുതുകയാണ് കേട്ടോ. ഇവിടെ ആദ്യം 2 കടങ്കഥ തന്നിട്ടുണ്ട്, ഉത്തരം എഴുതണം. ഒന്നാമത്തെ, കടലിൽ മുങ്ങി പൊന്നിൻ കിണ്ണം. ഉത്തരം എന്താ, സൂര്യൻ. അടുത്തത്, കണ്ണില്ലെങ്കിലും കരയും. ആരാ, മേഘം അല്ലേ. അടുത്ത എന്റെ വകാന്ന് കാണുന്നില്ലേ, ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളൊരു കടങ്കഥ എഴുതി ഉത്തരം കൂടി എഴുതുക കേട്ടോ. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് തൂക്കാൻ പറ്റാത്ത മുറ്റവും വറ്റാത്ത കിണറും, കടൽ തീരവും കടലും. അടുത്തത് അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ ചെയ്യുക ഈ പ്രവർത്തനങ്ങളൊക്കെ. കടൽ തീരത്തോടു കൂടി നടക്കുമ്പോൾ തിര വരുന്നു, അതായത് തൊട്ടോടൽ കളി. മീൻ വല വലിച്ചു കയറ്റുന്നു, ഏലമാലി. കടലിൽ തോണി തുഴയുന്നു, പട്ടം പറത്തുന്നു, മീൻ കുട്ടയിലാക്കി വിൽക്കുന്നു, ഔമിയും മീൻ കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം. ഇതൊക്കെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്, നടിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ലാസ്റ്റ് നമ്മുടെ ഒരു കവിതയാണ്. എന്താണ്, ഏലമാലി എന്നാണ്. ഇവിടെ എന്താ ഉദ്ദേശിച്ചത്, മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മീൻ പിടുത്തക്കാരെയൊക്കെ അല്ലെ, വലയൊക്കെ എറിഞ്ഞ് മീൻ പിടിക്കില്ലേ. അപ്പൊ അവരിങ്ങനെ ഒത്തുചേർന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ പാടുന്നൊരു പാട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഒത്തുപാടാന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. അപ്പൊ നിങ്ങളൊരു ഈണമൊക്കെ കൊടുത്തിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഏലമാലി ഏലമ്മ ഏലവന്ത്, ഏലമ്മ ഏലമാലി ഏലവന്ത്. ഒന്നാം തിര ഏലമാലി, തിര മുറിച്ചേ ഏലവന്ത്, വലയെറിഞ്ഞേ ഏലമാലി, വല വലിച്ചേ ഏലവന്ത്, അയല ചാള ചൂരകോര നത്തോലി ഏലവന്ത്. ഇതെല്ലാം മീനുകളുടെ പേരാണ് കേട്ടോ. അയല ചാള ചൂരകോര നത്തോലിയൊക്കെ. ഏലമാലി ഏലമ്മ ഏലവന്ത്, ഏലമ്മ ഏലമാലി ഏലവന്ത്. ഓക്കെ, അടുത്തത് ഒന്നാം തിര നമ്മളിവിടെ ഉണ്ട്. ഒന്നാം തിര കഴിഞ്ഞ അടുത്തെന്താ, 2ാം തിര.
രണ്ടാം തിര ഏലമാലി തിര മുറിച്ച് ഏല വന്ന് വലയെറിഞ്ഞ് ഏലമാലി വല വലിച്ച് ഏല വന്ന് പരവ കൊഞ്ച് മോതമീന് ആവൂലി ഏല വന്ന്. അടുത്തത് വീണ്ടും അതേ വരികൾ തന്നെയാണ്. ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏലവന്ത്. അടുത്തപ്പോ ഒന്നാം തിര രണ്ടാം തിര അടുത്ത് എന്ത് എഴുതണം? മൂന്നാം തിര ഏലമാലി തിര മുറിച്ച് ഏലവന്ത് വലയെറിഞ്ഞ് ഏലമാലി വല വലിച്ച് ഏലവന്ത് മത്തി കരിമീൻ കണവസ്രാവ് ഏലവന്ത്. അപ്പൊ ഇതുപോലെ തുടർന്നുള്ള വരികൾ എഴുതി ചേർത്ത ശേഷം നിശ്ചയ ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് പ്രസന്റ് ചെയ്യുക കേട്ടോ. നല്ല ഈണത്തിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാഠം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുക കേട്ടോ. താങ്ക് യു.